വെൽക്കം ടു രുചി ബൈ ബിൻസു. അപ്പോൾ ഇന്ന് നമുക്കൊരു മസാലപ്പുട്ടിൻ്റെ വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുവാണേ, നോക്കാം. അപ്പോൾ നമുക്ക് മസാലപ്പുട്ടിന് ഒരു മസാല തയ്യാറാക്കണം. അതിന് ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും, 2 പച്ചമുളകും 2 സവാളയും. സവാളയ്ക്ക് വേണ്ടത്ര സാൾട്ടിട്ട് ഇത് നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കി വെച്ച ക്യാരറ്റാണ്. ഇത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ ഫ്രഷ്ലി ചില്ലി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം. ഇപ്പം മസാലയെല്ലാം നല്ലതായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി ഇത് തടുക്കാൻ വെച്ചേക്കുവാണേ. അപ്പം അതിനകത്തോട്ട് 2 മല്ലിയില കറിവേപ്പില ഇട്ട് കൊടുക്കാം. പുട്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണോ എടുക്കുന്നത് അതുപോലെ. ഇപ്പം എനിക്കിവിടെ 3 പേർക്കാണ് 1 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. പുട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇത് നമ്മുടെ കടല വേവിച്ച വെള്ളമാണ് കേട്ടോ. ഇത് ഇത്രയും മതിയാവും. ബാക്കി നമ്മൾ മസാല ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അത്രയും മതി വെള്ളം. ബാക്കി നമ്മുടെ മസാല ഇതിനകത്തോട്ട് ഇടുമല്ലേ, അപ്പോൾ അത്രയും മതി. നമ്മുടെ മസാല ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണ് വേണ്ടതെങ്കിൽ അത്ര ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ മസാല തന്നെ ഇടണമെന്നില്ല, നമ്മൾ എടുക്കുന്ന പുട്ടിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഏറ്റവും ടേസ്റ്റ് ചെയ്ത് പപ്പടം ചേർത്ത് കഴിക്കാനാണ്. അപ്പോൾ നല്ല പപ്പടം ചേർത്ത് ഇതിനകത്തെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ പപ്പടം ചേർത്ത് കഴിക്കാനാണ് ഏറ്റവും സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.